ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. നല്ല കറുത്ത നിറത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ചുവന്നുള്ളി, അരമുറി സവോള. ചുവന്നുള്ളി ഇല്ലെങ്കിൽ ഒരു സവോള നിങ്ങൾക്ക് മൊത്തത്തിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് നന്നായിട്ട് കൂടും. വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിലും കുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് കുക്കറിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നിങ്ങൾ വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിലാണ് എൻ്റെ കുക്കറിലെ കണക്കിനനുസരിച്ച് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ കണക്കിനനുസരിച്ച് അത് വേവിച്ചെടുക്കുക. ഇനി ആവിയെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ബീഫിൽ നിന്ന് ഊറി വന്നിട്ടുണ്ട്. മറ്റൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും തേങ്ങാക്കൊത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പകുതിയാണ് സാധാരണ ഒരു റെസിപ്പിയിൽ ചേർക്കേണ്ടതുള്ളൂ. ഇവിടെ എല്ലാവർക്കും തേങ്ങാക്കൊത്ത് താല്പര്യമായതുകൊണ്ട് ഞാൻ കുറച്ചധികം കൂടുതൽ ചേർത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത്, ഇതേപോലെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് 2 അല്ലെങ്കിൽ 3 വരെ ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ചേർത്ത് കൊടുത്ത സാധനങ്ങളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരണം, ഒന്ന് നന്നായിട്ട് ചൂടായി വരണം, കളറൊന്നും മാറണമെന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫ്, അതിനകത്ത് കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബീഫിൻ്റെ വേവ് നോക്കാവുന്നതാണ്. വേവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് ബീഫ് കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കാവുന്നതുമാണ്. ഇനി അതിനുശേഷം വെള്ളമൊക്കെ ആവശ്യത്തിന് ഇതേപോലെ താഴെ വരെ വറ്റി വന്ന സമയത്തേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇനി പതുക്കെ വരട്ടിയെടുക്കാവുന്നതാണ്. ഏതെങ്കിലും സമയത്ത് എണ്ണ കുറവുണ്ടെന്ന് തോന്നിയാൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു പകുതി ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ കുരുമുളകും, 1 ടീസ്പൂൺ മുളക് ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു പകുതി സമയമാകുമ്പോഴത്തേക്ക്, അതായത് ബീഫ് വരണ്ട് വരുന്നതിൻ്റെ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് കുറച്ചുകൂടി ആകാനുണ്ട്. ഇനി ഓരോരുത്തരുടെ പരുവത്തിനനുസരിച്ച് ഇതേപോലെ ചെറിയ ഫ്ലെയിമിലിട്ട് വരട്ടി എടുക്കുമ്പോഴാണ് ഇതിൻ്റെ കളർ വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല കറുത്ത കളറിലുള്ള ഡാർക്ക് കളറിലുള്ള ബീഫ് ഫ്രൈ ആണ് ഇഷ്ടം. അത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പച്ചമുളകും കുരുമുളകും ചതച്ച മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് നമ്മൾ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒരു കളറ് കറക്റ്റ് ഭാഗമായി വരുന്ന സമയത്താകുമ്പോഴത്തേക്ക് ഇത് തീ ഓഫ് ചെയ്ത് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്